അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ അയൽവാസികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മുടെ വീടിന്റെ 4 ഭാഗത്തുമുള്ള 40ഓളം വീടുകൾ നമ്മുടെ അയൽവാസികളാണ് എന്ന് പറയുമ്പോൾ നാനാ ഭാഗത്തും 40 വീടാണ്. അപ്പൊ എത്ര? 4 × 40 എത്ര? 160. 160 വീടുകൾ നമ്മുടെ അയൽവാസിയാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും ശരിയായ വിശ്വാസിയാകൂല, ഹത്താ യഅ്മന ജാറുഹു ബവായികഹു, ഒരാളുടെ അയൽവാസി ഇവന്റെ ശല്യത്തിൽ നിന്ന് നിർഭയമാകുന്നത് വരെ ആരും മുഅ്മിനാകൂല. നമ്മൾ ശരിയായ മുഅ്മിനാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അയൽവാസി നമ്മളോട് ഒരു പേടിയില്ലാത്ത ആളാവണം. അയൽവാസി എവിടെങ്കിലും പോയാൽ നമ്മൾ എന്തെങ്കിലും ഉഡായിപ്പ് ഒപ്പിക്കുമോ എന്ന പേടി ഇല്ലാത്ത ആളാവണം അയൽവാസി. അപ്പോഴേ നിങ്ങൾ ശരിയായ മുഅ്മിനാകുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ ശരിയായ മുഅ്മിനാകണമെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്ക് പേടിയില്ലാതിരിക്കണം? അയൽവാസികൾക്ക് പേടിയില്ലാതിരിക്കണം. ഇയാൾ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ളൊരു പേടി ഇല്ലാതിരിക്കണം എന്ന്. മഹാനായ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു താബിഈ പ്രമുഖനാണ്. ഈ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസികൾ അഗ്നിയാരാധകരായിരുന്നു, മജൂസികൾ. തീന ആരാധിക്കുന്നവർക്കാണ് മജൂസികൾ എന്ന് പറയാം. അവരെപ്പോഴും ഈ തീയ് കെടാതെ സൂക്ഷിക്കും, തീയിനെ ആരാധിക്കും. അതുകൊണ്ടാണ് നമ്മളോട് ഈ നിലവിളക്കൊന്നും കൊളുത്തണ്ടെന്നൊക്കെ പറഞ്ഞത്. ഓല ആരാധനന്റെ ഭാഗമായതുകൊണ്ടാണ്. വിളക്കെത്തിക്കണീന് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇരിക്കട്ടെ. അപ്പൊ ഈ മജൂസികള് ആണ് അബുൽ അസ്വദ് ദുഅലിയുടെ അയൽവാസിയായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇവർ തമ്മിൽ ഇങ്ങനെ ഇടക്കിടക്ക് പറയും. ഓര് പറയും നിങ്ങളെ വിശ്വാസം തെറ്റാണ് എന്ന് അബുൽ അസ്വദ് ദുഅലിയോട്. അബുൽ അസ്വദ് ദുഅലി തിരിച്ച് മജൂസികളോട് പറയും നിങ്ങളെ ഇബാദത്തും തെറ്റാണ് എന്ന്. അങ്ങനെ ഒരു ദിവസം അവര് വന്നിട്ട് അബുൽ അസ്വദ് ദുഅലിയുടെ വീടിന് പാതിരാക്ക് കല്ലെടുത്തെറിയാം. ആരും അറിയാതെ നട്ടപ്പാതിര സമയത്ത് അബുൽ അസ്വദ് ദുഅലിയുടെ വീടിന്റെ മുകളിലേക്ക് കല്ലെടുത്തെറിയാം. അപ്പൊ പിറ്റേ ദിവസം അബുൽ അസ്വദ് ദുഅലി അന്വേഷിച്ചു, ആരാണ് രാത്രി ഇങ്ങനെ വീട്ടിന് കല്ലെറിയുന്നത്? അപ്പൊ ഓല് പറയാണ്, അത് നിങ്ങളെ വിശ്വാസം പഴച്ചത് കൊണ്ട് പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ഏറാണ്. നിങ്ങളെ വിശ്വാസം മോശമായത് കൊണ്ട് പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ഏറാണ് എന്ന് പറഞ്ഞപ്പോ അബുൽ അസ്വദ് ദുഅലി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ലൗകാന മിനല്ലാഹി ലഅസാബനി, അള്ളാന്റെ അടുത്ത് നിന്നുള്ള ഏറാണെങ്കിൽ അത് എനിക്ക് കൊള്ളണം. ഒരൊറ്റ ഏറും എനിക്ക് കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ അടുത്ത് നിന്നുള്ള ഏറല്ല എന്ന് അബുൽ അസ്വദ് ദുഅലി പറഞ്ഞു. ഈ അയൽവാസികൾ ഏറിയാണ് പാതിരാക്ക്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് ആ വീട് വിറ്റു. വീട് വിറ്റിട്ട് പോകുമ്പോ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ വീട് വിറ്റതാണോ എന്ന് ചോദിച്ചു. ആ വീട് വിറ്റതല്ല, അയൽവാസിനെ വിറ്റതാണ്, അവിടെ ഇനി ശരിയാവൂല എന്ന്. അപ്പൊ അയൽവാസിനെ വിൽക്കുകയാണ് മൂപ്പര് ചെയ്തത്. ഈ ശല്യം സഹിക്കാൻ കഴിയാത്ത കാരണം. അയൽവാസിനെ വിൽക്കൽ എങ്ങനെ? വീട് വിൽക്കുമ്പോഴാണ് ആരെ വിൽക്കൽ വരിക? അയൽവാസിയെ വിൽക്കൽ വരിക. അപ്പൊ പറഞ്ഞു വന്നത്, അയൽവാസികളെ കൊണ്ട് ഒരു നിലക്കുള്ള ശല്യം ഉണ്ടാവാൻ പാടില്ല. ആത്മീയ ലോകത്തെ സൂര്യ തേജസ്സാണ് ബഹുമാനപ്പെട്ട സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. ഈ സഹ്ലു തുസ്തരിയുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നതും ഇതേപോലെ മറ്റൊരു മജൂസി വിഭാഗമാണ്. അപ്പോ ഈ അവിടുത്തെ ബാത്റൂമിന്റെ വേസ്റ്റ് മുഴുവൻ ഈ അബുൽ അസ്വദ് ദുഅലി സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് വീഴുന്നു. അപ്പൊ രാത്രി മുഴുവൻ സൂഫിയായ ഈ സഹ്ൽ റളിയല്ലാഹു അൻഹു ഇത് വൃത്തിയാക്കുകയാണ്. ഇത് നേരിട്ട് പോയിട്ട് പറഞ്ഞില്ല, നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ല.
വഫാത്തിന്റെ സമയമായപ്പോ സഹൽ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. ഞാന് ഇതാ ഇവിടെ ഇങ്ങനെയാണ് വിഷയം, വേസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാനിത് വൃത്തിയാക്കി, കുറെ കാലമായിട്ട് വൃത്തിയാക്കിയിരുന്നു, എനിക്ക് മരണം ആസന്നമായി വരുന്നുണ്ട്, മരിക്കാരായിട്ടുണ്ട്, ഞാനിപ്പത് ചെയ്യും, എൻ്റെ മക്കൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോഴാണ് അയൽവാസി ആകെ ഷോക്കായത്. അദ്ദേഹം പറഞ്ഞു, തുആമിലുനി മഅ ഹാദാ മുൻദു സമനിൻ തവീൽ, ദീർഘകാലമായിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങളെ കൈയൊന്നും ഇങ്ങോട്ട് നീട്ടി എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആ അയൽവാസി മുസ്ലിം ആകുകയാണ് ചെയ്തത്. അപ്പൊ ഇന്നലെ നമ്മൾ അബൂ ഹനീഫ തങ്ങളെ വേറൊരു കഥ പറഞ്ഞിരുന്നു. അബൂ ഹനീഫ തങ്ങളെ അയൽവാസിനെ ജയിലിൽ കൊണ്ടുപോയത്. അപ്പൊ അയൽവാസികളോടുള്ള സമീപനം കാരണം അവരും കൂടി നന്നാകണം, ആ രൂപത്തിലുള്ള നല്ല ക്ഷമയും നല്ല സഹിഷ്ണുതയോടുമാണ് അയൽവാസികളോട് പെരുമാറേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാസാല ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം യൂസീനി ബിൽ ജാർ. ജിബ്രീൽ എപ്പോ വരുമ്പോഴും അയൽവാസിയുടെ കാര്യം ഇങ്ങനെ പറയും. നബി പറയാണ്, ഞാൻ വിചാരിച്ചു ഇനി നാളെ വന്നിട്ട് ജിബ്രീല് മരിച്ചാൽ മുതലിന്റെ ഒരു അനന്തരാവകാശി അയൽവാസി ഉണ്ട് എന്നേറ്റ് ജിബ്രീല് പറയോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രത്തോളം അയൽവാസിയുടെ കാര്യം കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നുണ്ട് എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അയൽവാസി ഖുർആൻ പ്രത്യേകം നിർദ്ദേശിച്ചതാണ്. അള്ളാഹു അവന്റെ ഇൽമു പഠിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും വലിയ മുന്തിയ സദസ്സ് ഹറാമും ഹലാലും പഠിപ്പിക്കുന്ന സദസ്സാണ്. ഇൽമിന്റെ സദസ്സാണ് ഏറ്റവും വലിയ സദസ്സ്. അതിനപ്പുറം ഒരു സദസ്സില്ല. എല്ലാവർക്കും ആ സൗഭാഗ്യം ഉണ്ടാവൂല, എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം ഉണ്ടാവൂല. ഇൽമിന് തൗഫീക്ക് കൊടുക്കല് വളരെ കുറഞ്ഞ വിഭാഗത്തിന് മാത്രമേ തൗഫീക്ക് കൊടുക്കുള്ളൂ. അല്ലാത്തവർക്ക് അത് കേൾക്കാനും കഴിയൂല, അവിടെ ഇരിക്കാനും കഴിയൂല. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ഓതുകയാണ്. ആ സമയത്താണ് അബൂ സുഫിയാനും ടീമും കച്ചവടത്തിന്റെ ചരക്കേറ്റ് വരിക. ഈ കച്ചവട ചരക്കേറ്റ് വരുമ്പോ അവര് നല്ല കൊട്ടും മുട്ടും ഒക്കെ ആയിട്ട് അറിയിക്കും, ഇതാ ബസറയിൽ നിന്ന് ചന്ത വരുന്നുണ്ട്, ബഗ്ദാദിൽ നിന്ന് ചന്ത വരുന്നുണ്ട്, എല്ലാരും ഇറങ്ങിക്കോളെ എന്ന നിലക്ക് നമ്മളെ മീൻകാര് ഓണടിക്കുന്നത് പോലെ ഭയങ്കര കൊട്ടും മുട്ടുമായിട്ടാണ് ഇവർ അബൂ സുഫിയാനും ടീമും വരിക. അപ്പൊ ഒരു ദിവസം ഈ കച്ചവടം വരുന്നത് വെള്ളിയാഴ്ച ജുമാന്റെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുകയാണ്. ഇത് കണ്ടേക്ക് എല്ലാരും കൂടി പള്ളിയിൽ നിന്നോട് ഓടി. ജുമാന് ഖുതുബ ഓതുകയാണ്, എല്ലാരും കൂടി പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടി. ഈ കച്ചവട ചരക്ക് അത് വിറ്റഴിയുന്നതിന്റെ മുമ്പ്, ആള് കൂടിയിട്ട് സ്റ്റോക്ക് തീരുന്നതിന്റെ മുമ്പ് വേഗം പോയി വാങ്ങട്ടെ എന്നുള്ള നിലക്ക് എല്ലാരും കൂടി പള്ളിയിൽ നിന്ന് ഓടിയപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കി, ഫഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫല്ലൂ ഇലൈഹാ തറക്കൂക ഖായിമ. ഫഇദാ റഔ തിജാറതൻ, ഇവരൊരു കച്ചവടം കാണുകയാണെങ്കിൽ, ഔ ലഹ്വൻ അല്ലെങ്കിൽ കൊട്ടും മുട്ടും കേൾക്കുകയാണെങ്കിൽ, ഇൻഫല്ലൂ ഇലൈഹാ, ഇവർ അങ്ങോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. വ തറക്കൂക ഖായിമ, മിമ്പറമേൽ കുത്തനെ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാരും കൂടി പോവുകയാണോ? എന്താ കുൽമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖാ ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. അള്ളാന്റെ അടുത്തുള്ള കൂലിയാണ് മക്കളെ ഈ വിനോദത്തെക്കാൾ നിങ്ങൾക്ക് വലുത്, ഈ കച്ചവടത്തെക്കാൾ നിങ്ങൾക്ക് വലുത് അള്ളാഹുവിന്റെ അടുത്തുള്ള കൂലിയാണ്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ബാങ്ക് വിളി വന്നാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വേഗം ഖുതുബയുടെ അടുത്ത് ഖുതുബ കേൾക്കാൻ വരണേ. വദറുൽ ബൈഅ, ഈ കച്ചവടം ഒഴിവാക്കണം. അതാണ് അവിടെ കച്ചവടത്തിന് പ്രത്യേകം പറയുന്നത്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വേഗം നിങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാൻ വരണം. വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കണം, ഇനി കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ഒരു താക്കീത് വരാൻ കാരണം ഇവരുടെ ഈ ബിസിനസ് സംരംഭങ്ങളൊക്കെ
ദൂരെ സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തല് വെള്ളിയാഴ്ച ജുമാന്റെ നേരത്താണ്. അപ്പൊ ഒരു ദിവസം ഉണ്ടായ സംഭവമാണ് ആ ഇമാമ് ആ ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഇൽമിന്റെ കാര്യമാണ്. അള്ളാഹു താല നമുക്ക് ഇൽമു പഠിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മൾ ആ സീസയുടെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊടുത്ത് അള്ളാഹു താല അതിന് മുന്തിയ ജസാ നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.